ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേങ്ങ വറുത്തരച്ച് വെച്ച നല്ലൊരു നാടൻ ചക്കക്കുരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ആദ്യം തന്നെ ചൂടായ ചീനച്ചട്ടിയിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുത്തത്. ഇനി വേണ്ടത് ഈ ഒരു വലുപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചി വേണം. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. ഈ വലുപ്പത്തിൽ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും വേണം. ഈ കറിവേപ്പിലയും വെളുത്തുള്ളിയും ചീനച്ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി വലിയ കഷ്ണമായതുകൊണ്ട് ഒന്ന് മുറിച്ചിട്ട് വേണം ചീനച്ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി കുരുമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയല്ല, മുഴുവൻ കുരുമുളകായിട്ടാണ് ചേർത്ത് കൊടുത്തത്. 1/4 ടീസ്പൂണിൽ മെഷർ ചെയ്തിട്ട് 2 തവണയായിട്ടാണ് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മീഡിയം ഫ്ലെയിമിൽ തേങ്ങ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. തേങ്ങയുടെ കളറെല്ലാം മാറി ഇതുപോലെ ആയി കിട്ടുന്നത് വരെ വേണം വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് തന്നെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി വേണ്ടത് ഗരം മസാലയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല. ഈ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് തയ്യാറാക്കി എടുത്തതാണ്. ഇതിന്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്യുക. പൊടികൾ കരിഞ്ഞു പോകരുത്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഈ തേങ്ങ ചൂടാറി വരുന്ന നേരം കൊണ്ട് ഈ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള ചക്കക്കുരു റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ കുറച്ച് ചക്കക്കുരു തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണി നോക്കുവാണെങ്കിൽ ഒരു 18 ചക്കക്കുരുവാണുള്ളത്. ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ചൂടാറി വന്നിട്ടുണ്ട്. ചൂടാറി വന്ന തേങ്ങ ഒരു മിക്സർ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ട് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അരച്ചെടുത്ത തേങ്ങയുണ്ടല്ലോ, അത് ഈ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ആ മിക്സഡ് ജാറിലോട്ട് 250 ml കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത് ആ വെള്ളവും കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഈ കുക്കർ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരണം, അതിനായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ വട്ടത്തിൽ അരിഞ്ഞു വെച്ച ചക്കക്കുരു ചേർത്ത് കൊടുക്കുകയാണ്. ചക്കക്കുരു ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം. ആദ്യം തന്നെ ഒരു വിസിൽ വരുത്തിയിട്ട് പ്രഷർ എല്ലാം പോയി കഴിയുമ്പോൾ കുക്കർ തുറന്നു നോക്കുക. ചക്കക്കുരു വെന്തിട്ടില്ലെങ്കിൽ മാത്രം പിന്നെയും ഒരു വിസിലും കൂടി വരുത്തിയിട്ട് വേവിച്ചെടുക്കുക. ഞാനിവിടെ 2 വിസിൽ വരുത്തിയിട്ടാണ് ചക്കക്കുരു വേവിച്ചെടുത്തത്. ഇപ്പോൾ കുക്കറിന്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. കുക്കർ തുറന്നു നോക്കുകയാണ്. ചക്കക്കുരു നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. വെളിച്ചെണ്ണയും ചൂടായി വന്നപ്പോൾ 5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ചെറിയുള്ളിയുടെ കളറെല്ലാം മാറി നന്നായിട്ട് മൊരിഞ്ഞു വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചെറിയുള്ളി കളറെല്ലാം മാറി നന്നായിട്ട് മൊരിഞ്ഞ് പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഈ കറി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. താളിപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഒരു 15 മിനിറ്റ് കറി ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് കറി യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നത് ആ നേരത്തെ മിക്സ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസൺ ആണല്ലോ, അപ്പോൾ ഇതുപോലെ ചക്കക്കുരു ഒക്കെ കിട്ടുമ്പോൾ ഒരു കറി തയ്യാറാക്കി നോക്കുക. ചോറിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നല്ലൊരു നാടൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.